നമസ്കാരം. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ആ രാജ്യത്തിൻ്റെ തന്നെ സൈനികർ ആക്രമിച്ച് കൊലപ്പെടുത്തുക. ചരിത്രത്തിൽ അത്തരം സംഭവങ്ങൾ നിരവധിയുണ്ട്. എന്നാൽ 2025-ലും ഇങ്ങനെയൊക്കെ നടക്കുമോ? സംശയിക്കേണ്ട, അങ്ങനെ ഒരു സംഭവമുണ്ടായി. എവിടെ എന്നാകും? മറ്റെവിടെയുമല്ല, നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ തന്നെ. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് സെപ്റ്റംബർ 22-നായിരുന്നു ഖൈബർ പക്തൂൺ പ്രവിശ്യയിലുള്ള തിരാ താഴ്വരയിലെ മാത്രേ ദാര ഗ്രാമത്തിൽ പാകിസ്ഥാന്റെ വ്യോമസേന ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഈ സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോഴിതാ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഇന്ത്യ. അയൽ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുമായി എക്കാലവും സൗഹൃദം പുലർത്താനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതേസമയം പാകിസ്ഥാനാകട്ടെ അതിന് താൽപ്പര്യപ്പെടാറില്ല. കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് തീവ്രവാദ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ അത് കണ്ടത് പഹൽഗാമിൽ ആയിരുന്നു. സാധാരണക്കാരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന തീവ്രവാദ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഇപ്പോഴും ഇന്ത്യ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും ഇന്ത്യ പാഴാക്കാറുമില്ല. അതുതന്നെയാണ് ഐക്യരാഷ്ട്രസഭയിലും ഉണ്ടായത്. ലഭിച്ച അവസരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ നിർത്തിപ്പൊരിച്ചു എന്ന് തന്നെ പറയാം. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിലായിരുന്നു പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊല്ലുകയാണ് എന്ന് ഇന്ത്യ വിമർശനം ഉന്നയിച്ചത്. രാജ്യാന്തര വേദികളിൽ ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതവും പ്രകോപനപരവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പാകിസ്ഥാൻ ആ രാജ്യത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് എന്നും UNHRCയുടെ 60ാം സമ്മേളനത്തിൽ സംസാരിക്കവേ ഇന്ത്യൻ പ്രതിനിധി ഷിതിജ് ത്യാഗി പറഞ്ഞു. തീവ്രവാദം കയറ്റുമതി ചെയ്യുന്നതിനും ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകരർക്ക് അഭയം നൽകുന്നതിനും സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊല്ലുകയാണ് പാകിസ്ഥാൻ എന്നായിരുന്നു ത്യാഗി വിമർശിച്ചത്. തകർന്നടിഞ്ഞ പാകിസ്ഥാന്റെ സമ്പദ്ഘടനയെയും ത്യാഗി കണക്കിന് പരിഹസിച്ചു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് സമ്പദ് വ്യവസ്ഥ മുന്നോട്ടു പോകുന്നത് എന്നായിരുന്നു പാകിസ്ഥാനുള്ള ത്യാഗിയുടെ വിമർശനം. സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാനും സൈനിക മേധാവിത്വത്താൽ അടിച്ചമർത്തപ്പെട്ട ഒരു ഭരണകൂടത്തെ നേരെയാക്കാനും പാകിസ്ഥാൻ ശ്രമിക്കണം. പീഡനങ്ങളാൽ കറപുരണ്ട മനുഷ്യാവകാശ ചരിത്രമാണ് പാകിസ്ഥാനുള്ളത്. ആ സാമൂഹികാവസ്ഥയിൽ നിന്ന് മാറ്റം വരണം. സ്വന്തം ജനതയെ കൊന്നൊടുക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടി പാകിസ്ഥാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുകൂടി ത്യാഗി പറഞ്ഞു വെച്ചു. തീർന്നില്ല. ഇന്ത്യൻ മണ്ണ് ലക്ഷ്യമാക്കിയുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളെയും ശക്തമായ ഭാഷയിൽ ആണ് ത്യാഗി വിമർശിച്ചത്. ഇന്ത്യയുടെ ഭൂപ്രദേശം കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം അനധികൃതമായി പിടിച്ചെടുത്തിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് പാകിസ്ഥാന് നല്ലത് എന്ന മുന്നറിയിപ്പ് നൽകി. ഒരു പ്രതിനിധി സംഘം ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതവും പ്രകോപനപരവുമായ പ്രസ്താവനകൾ ഉന്നയിച്ചുകൊണ്ട് ഈ വേദിയെ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ വേദികളെ ദുരുപയോഗം ചെയ്യുന്നത് തുടരുകയാണ് എന്നും ഷിതിജ് ത്യാഗി പറഞ്ഞു. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഒന്നാണ് ഖൈബർ പക്തൂൺ. രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത്. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം പാക് ഭരണകൂടത്തിനല്ല. ആഭ്യന്തര പ്രശ്നങ്ങളാൽ ആടി ഉലയുന്ന പാകിസ്ഥാനിലെ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ TTP കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാക് സൈന്യം ആക്രമണം നടത്തിയത്. JF-17 യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന LS-6 ബോംബുകൾ ആണ് ആ ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ വ്യോമസേന പ്രയോഗിച്ചത്. വ്യോമാക്രമണത്തിലൂടെ സൈന്യം സ്വന്തം ജനങ്ങളെ കൊലപ്പെടുത്തിയതായി പാകിസ്ഥാനിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായി തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയും വിമർശനം ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തണമെന്ന് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷനും ആവശ്യപ്പെട്ടിരുന്നു. സ്വർണം, ചെമ്പ്, അപൂർവ ധാതു ഖനികളാൽ പ്രസിദ്ധമാണ് ഈ ഖൈബർ പക്തൂൺ എന്ന മേഖല. പ്രദേശത്ത് ഖനനം നടത്താൻ അമേരിക്ക താൽപ്പര്യവും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഈ മേഖലയെ കീഴടക്കാൻ ഇനിയും ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം. അതല്ലാതെ ആ ജനതയെ ഒപ്പം നിർത്തിയുള്ള മുന്നോട്ടുപോക്ക് പാക് ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല.